കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളായി മാറിയിരിക്കുകയാണ് റാപ്പ് ഗായകനായ വേടൻ എന്ന് വിളിപ്പേരുള്ള ഹിരൺദാസ് മുരളി. നിലവിലുള്ള സെലിബ്രിറ്റികളെക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ഈ വേടൻ. തൻ്റെ മൂർച്ചയേറിയ വാക്കുകളിലൂടെ അതിനെ സംഗീതത്തിൻ്റെ പിന്തുണയോടുകൂടി അവതരിപ്പിക്കുന്ന റാപ്പ് സംഗീതത്തിൽ ആകൃഷ്ടരാവുകയാണ് ഇന്ന് നമ്മുടെ യുവജനത. ഇത് പലപ്പോഴും പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ വേടൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ പോലീസ് റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് അല്പം കഞ്ചാവൊക്കെ കണ്ടെടുക്കുകയും ചെയ്തുവെങ്കിലും ആ കേസുമായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ കേരള പോലീസിന് സാധിച്ചിരുന്നില്ല. കാരണം കേസെടുക്കേണ്ടത്ര മയക്കുമരുന്ന് അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അതിനു പകരം വേടൻ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു മാല അത് പുലിപ്പല്ലിൻ്റെതാണ് എന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ആ പിൻബലത്താൽ വേടനെ അറസ്റ്റ് ചെയ്യുകയും ഒരു ദിവസം ജയിലിൽ അടക്കുകയും ചെയ്തു. തൻ്റെ സംഗീത പരിപാടിക്കിടയിൽ തൻ്റെ ഒരു ശ്രീലങ്കൻ സ്വദേശിയായ ഒരു ആരാധകൻ നൽകിയ ഒരു ഉപഹാരമായിരുന്നുവെന്നാണ്, തനിക്ക് അത് ഒരിക്കലും അത് പുലിപ്പല്ലാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല എന്നും വേടൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള നമുക്കെല്ലാവർക്കും അതറിയാം, പുലിപ്പല്ലായിരുന്നില്ല എങ്കിൽ വേടൻ അത് സ്ഥിരമായി അദ്ദേഹം അണിയുമായിരുന്നില്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ പലരും ആനവാലും അതേപോലെ പുലിപ്പല്ലും പുലിനഖവുമൊക്കെ അത് ഒറിജിനൽ ആണെന്ന് അല്ലെന്നൊക്കെ കരുതി ഇങ്ങനെ അണിഞ്ഞ് നടക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ മാത്രം വേടനെ അങ്ങനെ പെടുത്തിയാൽ മതിയാകും. പക്ഷേ വേടനെ അങ്ങനെ വെറുതെ വിടുവാൻ നമ്മുടെ പിണറായി വിജയന്റെ പോലീസ് തയ്യാറായില്ല. നമ്മുടെ വനം വകുപ്പും അത് തയ്യാറായില്ല. പോലീസ് കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷമാണ് വേടന്റെ പാട്ടിനെക്കുറിച്ചും വേടന്റെ പരിപാടികളെക്കുറിച്ചും ഇവിടെ വാദവും പ്രതിവാദവും ഒക്കെ ഉണ്ടായത്. വേടൻ ഇവിടെ ജാതീയത വളർത്തുന്നുവെന്നും ജാതിക്കെതിരായി സംസാരിക്കുന്നുവെന്നും വിദ്വേഷം പടർത്തുന്നുവെന്നും വിഭാഗീയത ഉണ്ടാക്കുന്നുവെന്നുള്ള തരത്തിൽ ഒരു വിഭാഗം ആരോപണം ഉയർത്തിയപ്പോൾ വേടനെതിരായി കേസും കുട്ടീശ്വരവുമൊക്കെ അന്ന് അപ്പോൾ ആദ്യം രംഗത്തിറക്കിയവർ തന്നെ പിന്നീട് ഈ വേടനെ അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരികയാണ്. വേടൻ ശ്രീലങ്കൻ ബന്ധമുള്ള ഒരാളാണ് എന്നും LTT ബന്ധമുള്ള ആളാണെന്നും വേടന്റെ ചില പാട്ടുകളുടെ വരികൾ അത് സിറിയയിലെ നിന്മാറിലെ മുറിവ എന്ന് തുടങ്ങുന്ന വരികളും അതേപോലെ കൊറിയ നിൻ മീതെ കഴുകന്മാർ എന്ന് തുടങ്ങുന്ന വരികളും ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലയുന്നെന്ന വരികളുമൊക്കെ അത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വരികളാണെന്ന് കൂടി ഇവിടെ പലരും പങ്കുവെച്ചു. വേടനെക്കുറിച്ച് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയ RSSന്റെ മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപരായിട്ടുള്ള NR മധുവിനെതിരെ ഇപ്പോൾ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ വേടന് അനുകൂലമായി ഇവിടുത്തെ ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയും ഈ വേടനുണ്ട് എന്ന ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പണമാണ് ഇവിടെ മുഖ്യം. അതുകൊണ്ട് വേടന് വേണ്ടി പണം മുടക്കുവാൻ ഇത്തരത്തിലുള്ള ചില സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് അത് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ വേടൻ ഇവിടുത്തെ വേടന് സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആളല്ല എന്നും വേടന് സമുദായത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും കഞ്ചാവും കള്ളും ഉപയോഗിക്കുന്നതുമൊക്കെ അത് ഈ സമുദായത്തെ മോശമാക്കുന്നതാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വേടന്റെ ആ മൂർച്ചയേറിയ വാക്കുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുമ്പോൾ അതൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ എഴുതിത്തള്ളുവാൻ സാധിക്കുന്നൊരു കാര്യങ്ങളല്ല. വേടൻ ഇപ്പോൾ പറയുന്നത് ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ എല്ലാവരെയും ഒരേപോലെയല്ല കാണുന്നതെന്നാണ്. ഇവിടെ വിവേചനമുണ്ട് എന്നും കറുത്തവനും വെളുത്തവനും എന്ന വ്യത്യാസമുണ്ട് എന്നും ജാതിയുടെ പേരിലുള്ള ആ അകൽച്ചകൾ ഇവിടെ ഉണ്ട് എന്നും വേടൻ പറയുന്നുണ്ടുവെങ്കിൽ അത് വേടൻ മാത്രമല്ല, ഇവിടെ പലരും പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ്. എവിടെയാണ് നമ്മുടെ ഇടയിലുള്ള ഈ ജാതി വ്യവസ്ഥിതി മാറിയിട്ടുള്ളത്? ജാതിക്കെതിരായി പോരാടി എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമാണ് നമ്മുടെ ഈ കേരളത്തിൽ തുടർച്ചയായി ഇപ്പോൾ ഉള്ളതെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും പോലും ഇപ്പോഴും ഈ ജാതി വ്യവസ്ഥ കേരളത്തിൽ അതിരൂക്ഷമായി നടമാടുന്നു എന്നുള്ളത് അതൊരു വലിയ ഭരണ പരാജയമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് യുവതിക്കെതിരെ ആ ഒരു മാലമോഷണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം ഇപ്പോൾ നാട്ടിൽ വലിയ വിവാദമായിരിക്കുന്നു. കേവലം 3 ദിവസം മാത്രം ജോലി ചെയ്ത വീട്ടിൽ നിന്നും 3 പവൻ വരുന്ന സ്വർണ്ണമാല അവിടെ ആ ജോലിക്ക് നിന്നിരുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മോഷണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഉടമസ്ഥർ പോലീസിൽ പരാതി നൽകിയത് പ്രകാരം പോലീസ് അവരെ സ്റ്റേഷനിൽ വൈകുന്നേരം 3 മണിക്ക് വിളിച്ചു വരുത്തുകയും പാതിരാത്രിയോളം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു.
എന്ന് മാത്രമല്ല അവരെ മാനസികമായി വളരെയേറെ പീഡിപ്പിക്കുകയും കുടിക്കുവാൻ വെള്ളം ചോദിച്ചപ്പോൾ ആ ശുചിമുറിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ നിർദ്ദേശിക്കുകയും അവരെ അങ്ങനെ കള്ളി എന്ന് വിളിച്ച് ആക്രോശിച്ച് തൻ്റെ ആ പെൺകുട്ടികളെയും ഭർത്താവിനെയൊക്കെ കേസിൽ പെടുത്തുമെന്നും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക വഴി അവസാനം ഒരവസരത്തിൽ അവര് ഗത്യന്തരമില്ലാതെ ആ സ്ത്രീ മാല താൻ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് പറയുകയും ചെയ്തു. എന്നാൽ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും കേരള പോലീസ് ആ സ്ത്രീയെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്. അവസാനം ആ മാല മോഷണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തവർ തന്നെ അവരുടെ വീട്ടിൽ നിന്നും ആ മാല കണ്ടെത്തുകയും ചെയ്തു. ശേഷം അവരെ പരാതി പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അത്രയും സമയം ആ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ ദളിത് യുവതി ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നാണ് അവരിപ്പോൾ തുറന്നു പറഞ്ഞത്. അവരെ വലിയൊരു കുറ്റവാളിയെ പോലെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്ന ആ വീട്ടിലും പരിസരത്തുമൊക്കെ പ്രദർശിപ്പിക്കുകയും അന്വേഷണത്തിന്റെ പേരിൽ അവിടെ ആ കൂടിയിരുന്ന ആളുകളുടെ മുന്നിലെല്ലാം ഇവർ ഇങ്ങനെ കള്ളിയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തു നമ്മുടെ പോലീസ്. അവസാനം പരാതിക്കാരിയുടെ ഔദാര്യത്തിൽ നിന്നെ ഇപ്പോൾ വെറുതെ വിടുന്നുവെന്നും ഇനി മേലാൽ ഈ ഭാഗത്തു നിന്ന് കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് അവരെ മടക്കി അയച്ചത്. എന്നാൽ നിരപരാധിയായ തന്നെ അകാരണമായി പോലീസ് പീഡിപ്പിച്ചതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിയുമായി ബിന്ദു എന്ന ആ സ്ത്രീ മുഖ്യമന്ത്രിയുടെ അടുക്കൽ പരാതിയുമായി ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശി ആ പരാതി ഒന്ന് വായിച്ചു പോലും നോക്കാതെ അത് മേശപ്പുറത്തേക്ക് വലിച്ചെറിയുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. വേണമെങ്കിൽ കോടതിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിച്ചു വിട്ടു എന്ന് പറഞ്ഞതും ഇതേ സ്ത്രീ തന്നെയാണ്. അപ്പോഴും ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാ നമ്മുടെ ഭരണകർത്താക്കൾ ഈ നാട്ടിലെ പിന്നോക്ക ജാതി സമൂഹത്തോടെ ഇപ്പോഴും ചിറ്റമ്മ നയം തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്തോടുകൂടി ഇപ്പോൾ വേടനെ അനുകൂലിക്കുകയും നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അവരെ അനുകൂലിക്കുന്നുവെങ്കിൽ മറുഭാഗത്ത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ദളിത് സമൂഹത്തെ അവഗണിക്കുകയും ചെയ്യുന്നത് അതൊരു ഇരട്ടത്താപ്പാണ്. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അതിപ്പോൾ കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ചില തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുന്നത് RSSനും ഹിന്ദുത്വത്തിനും എതിരായിട്ടാണ്. പക്ഷെ വേടൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത്. ഇവിടെ എല്ലായിടങ്ങളിലും ഇപ്പോഴും ജാതി വ്യവസ്ഥ നടമാടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? നമ്മുടെ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പോലും ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ട് എന്ന് എത്രയോ പ്രാവശ്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പോലീസ് അടക്കമുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ ബന്ധങ്ങളിലും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടില്ലേ? കലാകാരൻ യഥേഷ്ടം വിഹരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഈ കേരള നാട്ടിൽ പോലും ഈ കലാകാരന്മാരുടെ ഇടയിലും സിനിമാ മേഖലകളിലുമൊക്കെ ജാതിയെ തങ്ങനെ കൊടികുത്തു വാഴുന്നുവെന്നോ അത് സവർണരും അവർണരും എന്ന രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പല കലാകാരന്മാരും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പ്രശസ്തനായിട്ടുള്ള കലാഭവൻ മണിയുടെ അനുജൻ പോലും നിറത്തിന്റെ പേരിൽ അവഹേളിക്കപ്പെട്ടത് നാം കണ്ടതാണ്. പുരോഗമന രീതിയിലേക്ക് മാറ്റപ്പെട്ട നമ്മുടെ കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അത് നമ്മുടെ നാടിന് ഒട്ടും അത് ഭൂഷണമല്ല. തീർച്ചയായും അതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഇവിടെ അനിവാര്യമാണ്. അത് കേവലം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ എടുത്തിങ്ങനെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള ബോധവും വിവേകവും ഈ നാട്ടിലെ എല്ലാവിധ സമൂഹത്തിനും ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യവുമാണ്.